വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. വിഴിഞ്ഞം വിസ്മയമായി മാറിയെന്നും ഇന്ത്യയുടെ ലോജിസ്റ്റിക് ഭൂപടത്തിൽ നിർണായക ശക്തിയായി വിഴിഞ്ഞം മാറാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉദ്ഘാടന വേദിയിൽ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെപ്പറ്റി അദാനി പോർട്സ് എം.ഡി. കരൺ അദാനി എടുത്തു പറയുകയും ചെയ്തു. 2028 സമ്പൂർണ്ണമാകാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖ വികസനത്തിനാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ഏറെ പ്രതിബന്ധങ്ങൾ മറികടന്ന് മുന്നോട്ട് കുതിക്കുന്ന വിഴിഞ്ഞം ലോകത്തിനു മുന്നിൽ വിസ്മയമായെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടക്കം കുറിച്ച് കഴിഞ്ഞുവെന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം പദ്ധതി. എത്രയോ പതിറ്റാണ്ടുകളാണ് ആ സ്വപ്നവും പേറി നാം നടന്നത്. ഇത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും പ്രധാന തുറമുഖമായിട്ടാണ് മാറുന്നത്. അപ്പോൾ രാജ്യത്തിനാകെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതി എന്ന നിലക്കാണ് ഈ പദ്ധതിയെ നാം കാണേണ്ടത്. വേദിയിലേക്ക് ക്ഷണമില്ലായിരുന്നതിനെ തുടർന്ന് തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് പങ്കെടുത്തത് സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യവുമായി. ഒന്നാം ഘട്ട ഉദ്ഘാടനം 2019 പൂർത്തിയാക്കേണ്ടതായിരുന്നുവെന്നും റിംഗ് റോഡ് പദ്ധതി തുടങ്ങിയതുപോലുമില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞത്തിന്റെ ശില്പിയെന്നും വി.ഡി. സതീശൻ. 990 മുതൽ നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത ഇതിൻ്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. നമുക്കറിയാം 2014 ആരംഭിച്ച ഈ പദ്ധതി നമുക്ക് 2019 ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ഒന്നാം ഘട്ടം 5 വർഷം വൈകി 2024 നമ്മൾ ആരംഭിച്ചത്. 2014 ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒബ്ലിഗേഷൻ ഒരുപാടെണ്ണം. ഒന്ന്, 2019 തന്നെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ റോഡ് ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 11 വർഷം കഴിഞ്ഞിട്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് എടുത്തുപറഞ്ഞ് അദാനി പോർട്സ് എം.ഡി. കരൺ അദാനി ഒരു സർക്കാരിന്റെ മാത്രം പ്രയത്നമല്ല വിഴിഞ്ഞമെന്നും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നന്ദിയെന്നു പറഞ്ഞു. I must admit that we would not have been possible to complete this project if not for the continuous support by the Honorable Chief Minister. He has been our biggest asset that an investor can ask for when implementing such large greenfield project. Thank you, sir, from bottom of my heart. വി.എസ്. സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം തുടങ്ങേണ്ടതാണെന്നും ചൈനീസ് കമ്പനിയാണ് കരാറെടുത്തു എന്ന് പറഞ്ഞ് അന്നത്തെ പ്രതിരോധ മന്ത്രി മുടക്കിയെന്നും എ.കെ. ആന്റണിയെ ലക്ഷ്യമിട്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വി.ഡി. സതീശന് മറുപടി നൽകി. മാരിടൈം വികസനത്തിന് കേരളം നിർണായക പങ്കാളിയെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ ഓർമ്മിപ്പിച്ചു. 2045 പൂർത്തിയാകേണ്ടിയിരുന്ന രണ്ടാം ഘട്ട വികസനം 2028 പൂർത്തിയാക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ജനം, തിരുവനന്തപുരം.